കുഞ്ഞമ്മേന്റെ കല്യാണം. നിതീഷേ വന്ന് നിന്നതും കൂടി അറിയണ്ട നീ ഫോൺ നോക്കിട്ടിരിക്കുന്നു. എന്താ അതൊരു ചലഞ്ച് തരാമെന്നതാ. എന്ത് ചലഞ്ച്? രാവിലെ തൊട്ട് ഞാൻ നോക്കണു, നീ ഫോൺ മാത്രമേ നോക്കുന്നുള്ളൂ. ഡ്യൂട്ടിയിൽ അത് ഇതും കൂടി ഓണല്ല, ഒന്നും കൂടി ഓണല്ല, ചുമ്മാ വെച്ചിരുന്നത്. 24 has no screens. TV, ലാപ്ടോപ്പ്, മൊബൈൽ ഒന്നും ഇല്ല. സാറ്റർഡേ അല്ലേ? അപ്പൊ ഇന്ന് എന്ത് ചെയ്യാ? 24 hours എന്ത് ചെയ്യും? മൊബൈലും ഇല്ല, ലാപ്ടോപ്പും ഇല്ല, TV ഇല്ല, എന്ത് ചെയ്യും? അതന്നെയാ, യു ഹാവ് ടു ഫൈൻഡ് ഔട്ട്. ഇതില്ലാണ്ട് നീ ജീവിച്ചിട്ടില്ലേ മുന്നില്? എന്താ ചെയ്ത നീ? അതിന്റെ മുന്നിൽ എന്താ നീ ചെയ്തോണ്ടിരുന്ന ആലോചിച്ചോ? ഇഷ്ടംപോലെ പണിയുണ്ട്, അത് വേറെ വിഷയം. അപ്പൊ ഇന്ന് ഇപ്പൊ എന്താ സമയം? 10:15. ഇപ്പൊ 10:15. നാളെ 10:15 നിനക്ക് ഫോൺ കിട്ടും നൈറ്റ്. ആ പിന്നെ രാവിലെ ചലഞ്ച് കംപ്ലീറ്റ് ആയ നിനക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ വാങ്ങിച്ചു തരാം. മൊബൈൽ താ, ലാപ്ടോപ്പ് കഴിഞ്ഞാ, സമയം ഡ്യൂട്ടി കഴിഞ്ഞാ ഇറക്കി. വെറുതെ ഇരുന്ന് വെറുതെ ഡ്യൂട്ടി അത്ര അടച്ച് ലാപ്ടോപ്പും ബൈ സമയം എനിക്ക് തപ്പണ്ട ഉണ്ണി, ഫോണില്ല. ഈ വീട്ടിനകത്ത് തന്നെ എടുത്തിട്ട് എന്ത് ചെയ്യാം? നമുക്ക് പുറത്തോട്ട് എവിടെയെങ്കിലും പോയാലോ? എവിടെയെങ്കിലും ഒരു ദിവസം ഡ്രസ്സ് എടുക്കുക, റെഡി ആവുക, പുറത്തിറങ്ങുക, ഫസ്റ്റ് സൈൻ ബോർഡ് കാണുന്ന എവിടേക്കാണ് അവിടെ പോകുക. പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല, അങ്ങനെ ഇറങ്ങുക, എവിടെ ബോർഡ് കാണുന്ന അവിടെ പോവുക. അത് റെഡി. അത് ചിലപ്പോൾ ഗോവയായിരിക്കും, ഗോവയൊന്നും പറ്റില്ല, എനിക്ക് വണ്ടേ തിരിച്ചു വരണം. ചിലപ്പോൾ ഹൈദരാബാദ് ആയിരിക്കും, ചിലപ്പോൾ ചെന്നൈ ആയിരിക്കും, ചിലപ്പോൾ മണാലി ആയിരിക്കും. ഓക്കെ, സോ ഞാൻ പാക്ക് ചെയ്തു, എവിടേക്കാന്ന് അറിയില്ല, ബട്ട് എവറിത്തിങ് ഇസ് സെറ്റ്. നിതു വാച്ച് ആക്കി. ഇതും പറ്റില്ല. വാച്ചിൽ പിന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ ഇല്ലേ? ഓക്കെ, ലെറ്റ്സ് ഗോ. ബൈ ബൈ. ബൈ. ഓഫ് ചെയ്യണേ. പുറത്തോട്ട് ഇറങ്ങാനാണ് വലിയ പണി. എന്നിട്ട് എവിടേക്കാണ്? എന്താണ് പ്ലാൻ? പാലം കേറി ഇറങ്ങാം, എൻഡിൽ പോയി ഇറങ്ങാം. അല്ല, ഒരു കാര്യം ചെയ്താലോ, നമുക്ക് നേരെ ഇത് പിടിച്ചാലോ, കൊച്ചി സേലം ഹൈവേ. സേലം വിട്ടാലോ? സേലം പോയിട്ട് വല്ല ബിരിയാണി എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. അപ്പൊ തന്നെ 3 മണിയായില്ലേ? നമുക്ക് ഒരു 2 hours ഹോൾഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ തന്നെ സേലം പോയിട്ട് അവിടെ നിന്ന് കഴിക്കാം. 2 hours സേലത്തോ? Dude, it's called a rapid. അതൊന്നും ആവശ്യമില്ലാത്തൊരു ഇതാണ് നിതീഷ്. നീ എന്താ റാപ്പിഡ് ആണെങ്കിലും 2 മണിക്കൂറിൽ എങ്ങനെ സേലത്ത് ഇവിടുന്ന് അത് എടുത്ത് പുറത്ത് പോകാൻ? അങ്ങനത്തെ ചലഞ്ച് ഇതാ. ഇവിടുന്ന് സേലം 2 മണിക്കൂറിൽ എത്തിക്കുക. സ്കോഡ റാപ്പിഡ് അതല്ല, സ്റ്റോക്ക് അല്ല, സ്റ്റേജ് 3. ഓവറായിട്ട് അങ്ങനെ തള്ളി മറിക്കലുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്. ഇവിടുന്ന് ലെഫ്റ്റ് എടുത്തിട്ട് അവിടെ PSG എൻട്രൻസ് നിൽക്കാറ്. എനിക്ക് വിശക്കുണ്ട്. നിനക്ക് വിശക്കുണ്ടോ അല്ലയോന്ന് എനിക്കറിയില്ല, എനിക്ക് വിശക്കുണ്ട്. ഒന്നെടുത്തോണ്ട് പോവോ ചേട്ടാ? ഇതാണ് എൻട്രൻസ്. ഇതിവിടെ PSG. GD നായിഡു എന്തുവാ? എനിക്ക് അങ്ങനത്തെ ഹിസ്റ്ററി ഒന്നും അറിയില്ല.
ജനിച്ചു വളർന്ന നാടല്ലേ, അപ്പൊ നിനക്ക് അറിയണ്ടേ. ഓ ബസ്സുകാരൻ താഴെ പോയില്ലേ? അവര് കേറില്ല. നമ്മള് കാർ ബൈക്ക് അങ്ങനത്തെ സാധനം പിന്നെ നമുക്ക് അല്ലെങ്കിലേ ആ ഇവിടെ തന്നെ പോവാം. ഈ എന്താ പേര് നേരത്തെ പേര് പറഞ്ഞ നാട്ടുകോഴി നാട്ടുകോഴിയാ നാട്ടുകോഴിയാ? തമിഴിൽ കോഴി എന്നല്ലല്ലോ പറയാ. അപ്പുറത്തെ സൈഡാണ്. എവിടെയാണെന്നുള്ളത് അവിടെ എത്തുമ്പോൾ അറിയാനേ. ബാംഗ്ലൂർ ചെന്നൈ ആരെങ്കിലുമൊക്കെ പോകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് ട്രൈ ചെയ്യാം. ഫുഡ് നല്ലൊരു ഫുഡാണ്. ഇച്ചിരി എക്സ്പെൻസീവ് ആണ്. ഒരു 2 പേര് കഴിച്ചു കഴിഞ്ഞാൽ ഒരു 1800 റേഞ്ചിലാവും. കോയമ്പത്തൂർ അങ്ങനെയാ? ഈ റൂട്ട് എടുത്ത് നോക്കിയില്ല. അയ്യോ വേണ്ട ഓ ഗ്യാപ്പ് ഉണ്ട്, വണ്ടി പോകാനുള്ള ഗ്യാപ്പ് ഉണ്ട് അവിടെ. അപ്പൊ നിങ്ങൾക്ക് റിസ്ക് എടുക്കണ്ടേ? ഇപ്പൊ എടുത്തിട്ട് പോണതേ റിസ്ക് ആണ്. അയ്യോ ഇതാ നല്ല റിസ്ക്. അണ്ണാ സൈഡ് കൊടുക്കണ്ണ, സൈഡ് കൊടുക്കണ്ണ. ഞാൻ പെട്ടെന്ന് തിരിച്ചത്. ഇതാണ് ഇവിടുത്തെ സെറ്റപ്പ്. ഇതേപോലൊരു ചെറിയൊരു ഹട്ടിനകത്ത് ഒരു 6 പേർക്ക് ഇരിക്കാൻ പറ്റിയ ഒരു ചെറിയ സെറ്റപ്പ്. ഫാന് കാര്യങ്ങൾ. ഓ സ്മാർട്ട് ഫാനാണല്ലോ. ഓക്കെ. ഇന്ന് ഭാഗ്യം കുറവാണ്. ഞാൻ മട്ടൻ ചുക്ക അവിടെ നിന്ന് കഴിക്കാൻ വേണ്ട വന്ന മട്ടൻ ചുക്ക എന്നില്ല. ഇന്ന് ലിമിറ്റഡ് ആയിട്ട് ഫുഡുള്ളൂ. എന്തൊക്കെയാ പറഞ്ഞ? നാട്ടുകോഴി ബിരിയാണി. നാട്ടുകോഴി പറഞ്ഞാൽ നമ്മുടെ മറ്റേ ഇത് നാടൻ കോഴി. നാടൻ കോഴി. നാടൻ കോഴി നാട്ടുകോഴി. നാടൻ കോഴി ബിരിയാണി, വൈറ്റ് റൈസ്, പിന്നെ അരിസിൻ പരിപ്പ് സാധനം. ദാറ്റ് ഈസ് കോയമ്പത്തൂർ ഫേമസ്. ഭയങ്കര ഇഷ്ടമാണ്. വൈറ്റ് റൈസും പറഞ്ഞിട്ടുണ്ട്. നമ്മള് ബിരിയാണി, ചിക്കൻ ബിരിയാണി പറഞ്ഞിട്ടുണ്ട്. ഇതാണ് നാട്ടുകോഴി ബിരിയാണി. ഇതാണ് ഇവരുടെ എന്തോ സ്പെഷ്യൽ കൊങ്കു ചിക്കൻ, നാട്ടുകോഴി ചിക്കൻ ഫ്രൈ. പിന്നെ അവളത് റൈസ് വാങ്ങിച്ചു. ഇത് എന്തൊക്കെയോ രസം, ഇത് മട്ടൻ കുഴമ്പ്, ഇത് നാട്ടുകോഴി ചിക്കൻ കുഴമ്പ്. അപ്പോൾ എന്തായാലും കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ എല്ലാം കഴിച്ച് കഴിഞ്ഞു. കൊറോണ വന്നതിന് ശേഷം, ലിറ്ററലി പറയുകയാണെങ്കിൽ കൊറോണയ്ക്ക് ശേഷം ക്യാഷ് എവിടെയും പേ ചെയ്തിട്ടില്ല. ഞാൻ ഇതുവരെ എവിടെയും ക്യാഷ് പേ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇവിടെ ഫോൺ കയ്യിലില്ല. എന്തായാലും അവൾ കൊടുക്കട്ടെ, ഡെയിലി കൊടുക്കാനില്ല. അപ്പോൾ ആൾ എന്തെന്ന് ചോദിച്ചു, പേയ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഓർമ്മയില്ലാതെ ഗൂഗിൾ പേ എന്ന് പറഞ്ഞു. ഇതിപ്പോൾ നമ്മൾ മട്ടനാണ് കഴിച്ചെന്നുണ്ടെങ്കിൽ 1000 സംതിങ് ആയിട്ടോ. കണ്ട ഞാൻ പറഞ്ഞില്ലേ, കൊങ്ങു നാട്ടുകോഴിയാണ്, കോഴിയല്ല കോഴി ബിരിയാണി. ZHLI നോൺ വെജ് മീൽസ്, നാട്ടുകോഴി കൊങ്ങു വറുവൽ 219 രൂപ. 2 ആൾ കഴിച്ചത്. ഏതാ കിടക്കണ കിടപ്പ് കണ്ടോ? എനിക്ക് വയ്യ. ആ അലോയുടെ കളറ്. അല്ലെങ്കിൽ വണ്ടി എടുത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പ് ഉണ്ടാവും, പാട്ടുണ്ടാവും. ഇതിപ്പോൾ അതൊന്നുമില്ല, ഉറക്കം വരും. നമുക്കൊരു കാര്യം ചെയ്താലോ, നെക്സ്റ്റ് കാണുന്ന ബോർഡ് എവിടെയാണോ അങ്ങോട്ട് വിട്ടാലോ? ഒരുപാട് ദൂരമാണെങ്കിൽ ഒന്നും പോകാൻ പറ്റില്ല. എനിക്ക് മൺഡേ രാവിലെ നോക്കാം. നെക്സ്റ്റ് കാണുന്ന ബോർഡ് എന്താണോ നോക്കാം. ഇനിയിപ്പോൾ മഹാരാഷ്ട്ര മുംബൈ എന്ന് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും പോവില്ല. അല്ല മുംബൈ ബോർഡുണ്ട്. പോണ വഴിക്ക് ഇവിടെ എവിടെയോ മുംബൈ ബോർഡ് കാണും. ചെന്നൈ, ബാംഗ്ലൂർ വിട്ടല്ലോ. ഈ റോഡ് വിട്ടിട്ട് ഒരു അരമണിക്കൂറായി. ഇതുവരെയായിട്ട് ഒരൊറ്റ സൈൻ ബോർഡ് കണ്ടിട്ടില്ല. ഒരു പോകാനുള്ള സ്ഥലം പ്ലാൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്നേ ഇല്ല സ്ഥലമൊന്നും. ചെറിയ ചെറിയ ബോർഡുകളുണ്ട്. അത് ഓരോ ജംഗ്ഷൻ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കട്ട് ചെയ്ത് പോവാൻ. ലോറി എണ്ണ മാറെണ്ണ കണ്ടോ? ഇതും ചെറിയ ബോർഡാ. സേലം എത്ര കിലോമീറ്റർ? 50 കിലോമീറ്റർ 40 കിലോമീറ്റർ എന്തോന്ന് കാണിച്ചു. പിന്നെ അതേപോലെ ഇതവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട്. ആ ജംഗ്ഷനിൽ ലെഫ്റ്റ് റൈറ്റ് അങ്ങോട്ടാണ് പോകണമെന്നുള്ളത് മാത്രം ബാംഗ്ലൂരിന് വിടാൻ തീരുമാനിച്ചു. ഓക്കെ, അപ്പോൾ എന്തായാലും ബാംഗ്ലൂർ എത്തിയിട്ടുള്ള വിശേഷങ്ങളപ്പോൾ കാണാം. പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല.
എന്തിനാ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഐഡിയ ഇല്ല, എവിടേക്കാന്ന് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഐഡിയ ഇല്ല. ബാംഗ്ലൂർ പോയാൽ പബ്ബിൽ പോകാന്നുള്ളൊരു ആചാരമുണ്ട്. അപ്പോൾ പബ്ബിലൊന്ന് പോകണം, അല്ലാതെ വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. പോയി രാത്രി പബ്ബിൽ പോയി തിരിച്ച് വന്ന് കിടന്നുറങ്ങി നാളെ രാവിലെ എഴുന്നേറ്റ് ഉച്ചയോടുകൂടി ഇറങ്ങി നേരെ വരാൻ. ഇതാണ് ഇപ്പോഴത്തെ പ്ലാൻ. എന്തായാലും ഇനി അതിന് മുന്നേ പ്ലാൻ മാറില്ല എന്നുള്ളത് വഴിയെ നമുക്കറിയാം. നല്ല ട്രാഫിക് ഉണ്ട്. സാറ് നല്ല വർക്കാണ്. ഒന്ന് ചെറുതായിട്ടൊന്ന് ഉറങ്ങി എണീച്ചു. ഞാൻ സേലത്തുന്നതിൻ്റെ ഒരു 20 കിലോമീറ്റർ മുന്നേ എന്താണ് ഞാൻ വണ്ടി മൊക്കോയി കൊടുത്ത് മാറി. പാട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് നന്നായി ഉറക്കം വന്നു. നടന്നപ്പോൾ ഞാൻ തൊപ്പൂര് കഴിഞ്ഞോ എന്നാണ് ഞാൻ ഉള്ളത് ആദ്യം ചോദിച്ചത്. അപ്പോൾ തൊപ്പൂരൊന്നും കഴിഞ്ഞിട്ടില്ല, സേലം വിട്ടിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇന്നലെ രാത്രി 10 മണിക്ക് എന്തോ അവൾ ഫോൺ വാങ്ങിച്ചു വെച്ചതാണ്. ഇതേ ഇപ്പോൾ ഇന്ന് എത്രയാടാ 6:40 ഇത്ര നേരമായിട്ട് മൊബൈല് ഉപയോഗിച്ചിട്ടില്ല. ഒരു എന്താ പറയുക, ഇപ്പോഴാണ് എന്താണ് പുറത്ത് നടക്കുന്നതെന്നുള്ള എല്ലാം അറിയുന്നത്. മൊബൈൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡ്യൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഫ്രീ ടൈമിൽ മൊബൈലിലും റീൽസും നോക്കി ഗെയിമും കളിച്ചിരിക്കുമായിരുന്നു. ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എന്തായിരുന്നാലും. അപ്പോൾ കൊള്ളാം. അപ്പോൾ നിങ്ങളോ ആരെങ്കിലും ഒരാൾ ഇതേപോലെ ആരെങ്കിലും ഇതേപോലെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഒരു ദിവസം ഒരു 24 hours മൊബൈലില്ലാതെ നിങ്ങളെ കൊണ്ട് പറ്റുമോ എന്നുള്ളത്. ഇരട്ടം ടർബോൻ്റെ സൗണ്ട് ഇവിടെ കേൾക്കണേ എനിക്ക്. വിട്ടോ നീ ഓടിക്കുമ്പോഴും നിനക്ക് ടെൻഷൻ ഉണ്ടോ? ഞാൻ ഓടിക്കുമ്പോൾ മാത്രമല്ല ടെൻഷൻ. അറ്റ്ലീസ്റ്റ് പാട്ടെങ്കിലും വെച്ചിരിക്കുകയല്ലേ. പാട്ടെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഉറങ്ങാതിരുന്നേനെ. കോഫിയാ? ഓക്കെ. ഞങ്ങളങ്ങനെ ബാംഗ്ലൂരെത്തി. അപ്പോൾ ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 10 മണി കഴിഞ്ഞു. അപ്പോൾ 24 മണിക്കൂർ ചാലഞ്ച് അങ്ങനെ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഓട്ടോ എടുത്തിട്ട് ഒരു പബ്ബിലോട്ട് പോവുകയാണ്. ഞാൻ വെള്ളമടിച്ച് കഴിഞ്ഞാൽ പിന്നെ വണ്ടി എടുക്കൂല, അത് തെറ്റല്ലേ. അപ്പോൾ അങ്ങനെ എന്താ അങ്ങനെ 24 മണിക്കൂർ ശേഷം ചത്തു. ചാർജില്ല, ഫോൺ ചത്ത് കിടക്കുക. ഇന്നലെ എത്ര ചാർജ് ഉണ്ടായെന്ന് ഓർമ്മയില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ ചാലഞ്ച് എന്തായാലും സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു തരാമെന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ്. ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു പിക്ചറല്ലേ പറഞ്ഞ്, ഒരു പിക്ചർ വാങ്ങിച്ചിടാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവളുടെ വക ചിലവെന്ന്. ഓക്കെ, ബൈ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ബൈ.